Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് OnePlus 12ന്റെ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ നമുക്കറിയാം OnePlus 12 എന്ന് പറയുന്നത് OnePlusന്റെ ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ്. ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ് വരുന്നത്. നമുക്കറിയാം ഇതിനകത്ത് Snapdragon 8 Gen 3 പ്ലാറ്റ്ഫോം ആണ് നമുക്ക് കിട്ടുന്നത്. Android 14 Oxygen OS ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഈ ക്യാമറ സെറ്റപ്പ് എത്രത്തോളം നല്ലതാണ് ഈ പ്രൈസ് കാറ്റഗറി, അതായത് OnePlus 12ന്റെ പ്രൈസിങ് വരുന്നത് അറൗണ്ട് 65,000 റുപ്പീസാണ്. ഈ സെഗ്മെൻറ്റിൽ എത്രത്തോളം നല്ലതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്യാമറ ഹാർഡ്വെയർ ഒന്ന് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് ക്യാമറ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇതിനകത്ത് പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 50 മെഗാപിക്സൽ സോണി ലൈറ്റ് 808 സെൻസറാണ്. f1.6 അപ്പേച്ചറാണ്. 7p ലെൻസാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ 48 മെഗാപിക്സൽ സോണി സെൻസറാണ്. അത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു ടെലിഫോട്ടോ ലെൻസാണ്. അത് OmniVision 64 മെഗാപിക്സൽ 3x ഒപ്റ്റിക്കൽ സൂമും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കൂടി വരുന്ന ഒരു ക്യാമറയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 32 മെഗാപിക്സൽ വീണ്ടും സോണി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. OnePlus ഓപ്പണിലെ അതേ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായി ക്യാമറ സാമ്പിൾസ് നോക്കാം, എന്നിട്ട് എത്രത്തോളം നല്ലതാണ് ഈ ക്യാമറ എന്ന് വിലയിരുത്താം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് ഒന്ന് നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകും. അപ്പോൾ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല കളേഴ്സാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. ഒട്ടും തന്നെ സാച്ചുറേഷൻ ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്. ഡീറ്റെയിൽസും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന് വേണ്ട നല്ലൊരു ക്വാളിറ്റി ഇതിനകത്തുണ്ട്. പക്ഷേ ഷാർപ്നെസ് ലെവൽസ് കുറച്ചും കൂടെ ബെറ്റർ എക്സ്പെക്റ്റേഷൻ കുറച്ചുകൂടി കൂടുതൽ. അപ്പോൾ ആ ഒരു കാറ്റഗറി നോക്കുമ്പോൾ നമുക്ക് എനിക്കൊന്ന് ഷാർപ്നെസ് ലെവൽസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. എന്നാൽ പോലും നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കളേഴ്സ് വളരെ നാച്ചുറൽ ലുക്കിംഗ് കളേഴ്സാണ്. സാച്ചുറേഷൻ ഇഷ്യൂസ് ഒന്നുമില്ല. അതേപോലെ ഓവർ എന്താ പറയുക കളേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 48 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറേൻ്റെ കാര്യം പറയുമ്പോഴും സെയിം കളേഴ്സ് തന്നെയാണ് റീറ്റെയിൻ ചെയ്ത് പ്രൈമറി ക്യാമറ. അത് നല്ലൊരു ആസ്പെക്റ്റാണ്. പല ക്യാമറാസും കളർ ഷിഫ്റ്റ് വരാറുണ്ട്. ഇവിടെ ആ ഒരു ഇഷ്യൂ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഡീറ്റെയിൽഡ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് 48 മെഗാപിക്സൽ ഷൂട്ടർ നമുക്ക് നൽകുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലും OnePlus നല്ല ഒരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ തേർഡ് ക്യാമറ ടെലിഫോട്ടോ ലെൻസ് നോക്കുമ്പോഴും നല്ല ക്വാളിറ്റി ഉണ്ട്. 3x ഒപ്റ്റിക്കൽ സൂം ഉള്ളതാണ്. അതിനപ്പുറം നമുക്ക് 100x വരെ സൂം ചെയ്യാം. പക്ഷേ 3x ആണ് ഒരു യൂസബിൾ. പിന്നെ 10x വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റിയാണ് വീണ്ടും തന്നെ നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീറ്റെയിൽസും ഷാർപ്നെസ് ലെവൽസും ഉണ്ട്. ഇനി ക്ലോസപ്പ് ഷോട്ട്സിലേക്ക് പോകുമ്പോൾ വീണ്ടും തന്നെ നല്ല കളർ റിപ്രൊഡക്ഷനാണ്, നല്ല ഡീറ്റെയിൽസ് ആണ്. അതേപോലെ തന്നെ കളേഴ്സ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഷാർപ്നെസ് ലെവൽസിൻ്റെ കാര്യമാണെങ്കിലും ഇവിടെ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നി പ്രൈമറി ഡേ ലൈറ്റിൽ കൊടുത്തതിനേക്കാളും. പിന്നെ മാക്രോസ് അവൈലബിൾ ആണ്. അത് കണ്ടില്ല 3x മാക്രോസ് അവൈലബിൾ ആണ്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല ഷാർപ്നെസ് ലെവൽസും ഉണ്ട്. അതേപോലെ കളേഴ്സും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇനി പോർട്രേറ്റ്സിലേക്ക് വരുമ്പോൾ നല്ല ഒരു പോർട്രേറ്റ് എക്സ്പീരിയൻസ് ആണ് വന്നത്. ഏറെക്കുറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു പോർട്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. 3x എടുക്കാം, 2x എടുക്കാം, 1x എടുക്കാം. 1xലും 2xലും എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ 3x എടുത്ത പോർട്രേറ്റ്സിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ അത്രയ്ക്കൊരു ഷാർപ്പ് അല്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് വരുന്നത്. പ്രത്യേകിച്ച് എഡ്ജസ് ഒക്കെ കുറച്ചൊരു ബ്ലറി നേച്ചറായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ സ്കിൻ ടോൺസും നല്ലതാണ്. അതേപോലെ തന്നെ ഓവറോൾ ക്വാളിറ്റീൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വലിയ പരാതികളൊന്നുമില്ല. ചെറിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വഴി ഫിക്സ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ പോർട്രേറ്റ്സ് ഡെഫിനറ്റ്ലി നല്ലതാണ്. എന്നാൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റും കൂടെ വേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് പോർട്രേറ്റ്സ്. ഇനി ഫൈനലി നമുക്ക് ലോ ലൈറ്റ് എക്സ്പീരിയൻസിലേക്ക് പോകും. അതായത് നൈറ്റ് മോഡും ബാക്കിയുള്ള ഫോട്ടോസും നമുക്ക് നോക്കാം. അപ്പോൾ ലോ ലൈറ്റ് ഇൻഡോർ ലൈറ്റിൽ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. വീണ്ടും തന്നെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഇനി ഔട്ട്ഡോർ ഷോട്ട്സ് എക്സ്ട്രീം ലോ ലൈറ്റിൽ എടുക്കുമ്പോൾ വീണ്ടും തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഡൈനാമിക് റേഞ്ച് അത്യാവശ്യം നല്ലതാണ്. നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീറ്റെയിൽസും ഉണ്ട്. ഷാർപ്നെസ് ലെവൽസും ആക്സെപ്റ്റബിൾ ആണ്. എന്നാൽ ചെറിയ രീതിയിൽ നമുക്ക് നോയ്സ് ഡെഫിനറ്റ്ലി കാണാൻ സാധിക്കും. അത് കുറച്ചുകൂടെ ഒരു ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ലോ ലൈറ്റ് ഷോട്ട്സ് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ നിന്ന് നമുക്ക് ലോ ലൈറ്റ് നല്ല ഫോട്ടോസ് കിട്ടുന്നതാണ്. പിന്നെ ടെലിഫോട്ടോ ലെൻസിലേക്ക് പോകുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ല. എന്നാൽ ചെറിയൊരു ഡീറ്റെയിൽ ഇഷ്യൂ ഉണ്ട്. കാരണം കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ടെലിഫോട്ടോയിൽ എടുത്തത്. എന്നാലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം. ഇനി സെൽഫീസിലേക്ക് പോകുമ്പോൾ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് സെൽഫീസാണ്. പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സെൽഫീസാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പോർട്രേറ്റ് സെൽഫീൻ്റെ കാര്യം പറയുകയാണെങ്കിലും എഡ്ജ് ഡിറ്റക്ഷൻ കുഴപ്പമില്ല. എന്നാലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ
ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ കുറച്ച് നോക്കിയിട്ടും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നി. എന്നാൽ പേഴ്സണലി എനിക്ക് പോർട്രേറ്റ് സെൽഫീസ് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. എന്നാലും സെൽഫീസ് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആയിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇനി നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോകാം. വീഡിയോ റെക്കോർഡിങ്ങിൽ 8K വീഡിയോ സപ്പോർട്ടഡ് ആണ്. 8K വീഡിയോനെ കണ്ടില്ല, ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ വൈറ്റ് ബാലൻസ് അത്രയ്ക്ക് ശരിയല്ല. അതേപോലത്തെ കുറച്ചൊരു ഓവർ എക്സ്പോസ്ഡ് ടൈപ്പ് ഓഫ് ഫീലാണ് വരുന്നത്. അതേപോലെ തന്നെ അത് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതേപോലെ നമുക്ക് 4K 60 FPS അതാണല്ലോ കൂടുതൽ ആൾക്കാർ എടുക്കുന്നത്. ഇവിടെയും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, OIS പ്ലസ് EIS ഉണ്ട്. എന്നാൽ പോലും വൈറ്റ് ബാലൻസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവണം എന്നുള്ള എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഷാർപ്നെസ് ലെവൽസും കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഡൈനാമിക് റേഞ്ച് കുഴപ്പമില്ല, അതിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഞാൻ കണ്ടില്ല. സ്റ്റെബിലൈസേഷൻ നല്ലതാണ്, OIS പ്ലസ് EIS കോമ്പിനേഷൻ, വേറെ കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല. ഇതിനകത്ത് 1080p 16:30 എടുക്കാം. നമുക്ക് 1080p 60 FPS ഏറെക്കുറെ സെയിം എക്സ്പീരിയൻസ് ആണ്. സ്റ്റെബിലിറ്റിയും നല്ലതാണ്, അതേപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കുഴപ്പമില്ല. എന്നാൽ പോലും ഷാർപ്നെസ് ലെവൽസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ വീഡിയോ ക്വാളിറ്റിയാണ് എനിക്ക് തോന്നുന്നു OnePlus 12 കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുള്ളത്. ഇവിടില്ലേ നമുക്ക് 3x ടെലിഫോട്ടോയിലെടുത്ത വീഡിയോയിലും ആ ഒരു ഇഷ്യൂ കാണുന്നുണ്ട്, വൈറ്റ് ബാലൻസ് ഇഷ്യൂ കാണുന്നുണ്ട്. അത്രയ്ക്ക് ഒരു മികച്ചൊരു വീഡിയോ റെക്കോർഡിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് ഇത്രയും പ്രൈസ് കാറ്റഗറിയിൽ വരുമ്പോൾ ഒരു അപ്ഡേറ്റ് വഴി ഫിക്സ് ചെയ്യാവുന്ന ഇഷ്യൂസാണ്. പിന്നെ അൾട്രാ വൈഡിൽ നമുക്ക് 4K 60 FPS വീഡിയോ എടുക്കാവുന്നതാണ്. ഇവിടെ സ്റ്റെബിലൈസേഷൻ നല്ലതാണ്, ഇവിടെ കുറച്ചുകൂടെ ബെറ്റർ ആണ് വീഡിയോ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓവറോൾ വീഡിയോൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കും. ദിസ് ദ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ സാമ്പിൾ ടേക്കൺ വിത്ത് ദ OnePlus 12. It can record videos in 4K 30 FPS. So you can judge yourself how good the clarity of the video is and also the audio output from the video. ഇതായിരുന്നു ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ OnePlus 12. അപ്പോൾ ഓവറോൾ പറയുക നല്ല ക്യാമറ സെറ്റപ്പാണ്. ചെറിയ ചെറിയ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. പ്രോബ്ലി വീഡിയോ റെക്കോർഡിംഗ് ഒന്നും കൂടെ റിഫൈൻ ചെയ്യണം, അതേപോലെ ഷാർപ്നെസ് ലെവൽസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം. പക്ഷേ അതൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഓവറോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. കാര്യമായ പ്രോബ്ലംസ് ഒന്നുമില്ല. ഒരിക്കലും ഇത് ഡിസപ്പോയിൻറ്റിങ് ക്യാമറ എക്സ്പീരിയൻസ് ആവില്ല. ഓവറോൾ ടെലിഫോട്ടോ ലെൻസ് ആണെങ്കിൽ, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആണെങ്കിൽ, പ്രൈമറി ക്യാമറ ആണെങ്കിൽ, മാക്രോസ് ആണെങ്കിലും സെൽഫീസ് ആണെങ്കിലും തന്നെ എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അത് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ബാലൻസ് ഇഷ്യൂ വീഡിയോ റെക്കോർഡിങ്ങിലുണ്ട്. അതേപോലെ ഷാർപ്നെസ് ലെവൽസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ലോ ലൈറ്റ് എക്സ്പീരിയൻസും ചെറിയ രീതിയിൽ ബെറ്റർ ആക്കാമായിരുന്നു. ഇങ്ങനെയൊക്കെ പ്രോബ്ലം ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഓവറോൾ നോക്കുകയാണെങ്കിൽ OnePlus 12 ക്യാമറ നല്ലൊരു സെറ്റപ്പാണ്, നല്ലൊരു പാക്കേജാണ് OnePlus 12 ഓഫർ ചെയ്തിരിക്കുന്നത്. പെർഫോമൻസും ക്യാമറാസും അതേപോലെ പ്രൈസ് ടു എന്താ പറയുക പെർഫോമൻസ് റേഷ്യോയും 65,000 rupees നമുക്ക് നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് OnePlus 12 ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ക്യാമറ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.